ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹഖായ ദീനനുസരിച്ച് ജീവിക്കാൻ, അവന്റെ പ്രീതിയും സ്നേഹവും സമ്പാദിച്ച് അവന്റെ അത്യുന്നതമായ ജന്നത്തുൽ ഫിർദൗസ് സ്വന്തമാക്കി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ വിട്ട് പിരിഞ്ഞുപോയ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം അല്ലാഹു പരിപൂർണമായ മഗ്ഫിറത്തും മർഹമത്തും അവന്റെ അത്യുന്നതമായ സ്വർഗവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ ബാധിച്ചിരിക്കുന്ന എല്ലാ പല മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെ എത്രയും പെട്ടെന്ന് പരിപൂർണമായി പരിശുദ്ധരായി കരകയറ്റുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ അവൻ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റിയിലേക്ക്, അവൻ ഉദ്ദേശിക്കുന്ന ഒരു പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വിവിധ തരത്തിലുള്ള കർമ്മ പദ്ധതികളും സ്വഭാവ രീതികളും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അല്ലാഹു തആല ചില മാസങ്ങൾക്ക് പവിത്രത കൽപ്പിച്ചുകൊണ്ട് നമ്മെ ചില ഗുണപാഠങ്ങളും ചില ഉയർന്ന മൂല്യങ്ങളും പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിപ്പോൾ റജബ് മാസം ആണ്. നമ്മൾ റജബിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഷഅബാൻ കഴിഞ്ഞ് റമളാൻ നമ്മളിലേക്ക് വരാനിരിക്കുകയാണ്. റജബ് മാസം പവിത്രമായ മാസമാണ് എന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നു. പവിത്രമായ ചില മാസങ്ങൾ, ചില ദിവസങ്ങൾ, ഇതൊക്കെ അല്ലാഹു പ്രഖ്യാപിക്കുമ്പോൾ ആ മാസങ്ങളിൽ, ആ ദിവസങ്ങളിൽ, അതല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്ർ പോലുള്ള നിർണായകമായ നിമിഷങ്ങളിൽ കേവലം ജീവിച്ചിരുന്നു എന്നതിന്റെ പേരിൽ മാത്രം നമുക്ക് അതിന്റെ പുണ്യം കിട്ടുകയില്ല. മറിച്ച് അല്ലാഹു ആദരണീയമായി പ്രഖ്യാപിച്ചിട്ടുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ പദവിയും സ്ഥാനവും നൽകി ആദരിച്ചിട്ടുള്ള മാസങ്ങളെ, ദിവസങ്ങളെ, സമയങ്ങളെ, സന്ദർഭങ്ങളെ എന്തുമായി ബന്ധപ്പെട്ടാണോ അതിന്റെ പവിത്രതയെ അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങളെ പരിഗണിക്കുകയും അതിന്റെ ഗുണങ്ങൾ സ്വായത്തമാക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നമുക്കതിന്റെ പുണ്യം ലഭ്യമാകുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 36-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് കാണാം: ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ അല്ലാഹു തആല മാസങ്ങളെ കണക്കാക്കിയിട്ടുള്ളത് 12 മാസമായിട്ടാണ്. ഇത് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ സൃഷ്ടിച്ച ആ നാളിൽ രാപകലുകളെ മാറ്റിമറിക്കുന്ന, അതിന്റെ കാലചക്രത്തിന്റെ ഗതി അല്ലാഹു നിർണയിച്ച ആ നാളിൽ എങ്ങനെയായിരുന്നു? അന്നു മുതൽ തന്നെ
ഈ പ്രപഞ്ചത്തിൽ മാസങ്ങളുടെ എണ്ണം 12 ആ 12 മാസങ്ങളിൽ മിൻഹാ അർബഅത്തുൻ ഹുറും 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ഏറ്റവും ചൊവ്വായ ദീൻ. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, ആ 4 മാസങ്ങളിൽ നിങ്ങൾ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിക്കരുത്, അക്രമം കാണിക്കരുത്. വഖാതിലുൽ മുശ്രികീന കാഫതൻ കമാ യുഖാതിലൂനകും കാഫ, നിങ്ങളെ ബഹുദൈവാരാധകർ ഒന്നാകെ കൊന്നൊടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങളും തിരിച്ച് അങ്ങനെ ചെയ്യുക. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മാലുക്കളോടൊപ്പമാണ്. സഹോദരങ്ങളെ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങളിൽ നിന്ന് 4 മാസത്തെ മാറ്റി നിർത്തി അത് ഏറ്റവും പവിത്രമായ പരിശുദ്ധമായ മാസങ്ങളാക്കി പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റജബിനെയും അതേപോലെ മുഹറം മാസത്തെയും അതേപോലെ തന്നെ ദുൽഖഅദ് മാസവും ദുൽഹജ്ജ് മാസവും പവിത്രമായ മാസങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇക്കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിടവാങ്ങൽ ഹജ്ജിന്റെ വേളയിൽ ലക്ഷത്തിലേറെ വരുന്ന സഹാബാക്കളെ സാക്ഷി നിർത്തി അവിടെ നിന്ന് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ആഗോള മനുഷ്യാവകാശ വിളംബരത്തിന്റെ അടിയാധാരമായി സ്വീകരിക്കാവുന്ന വിശ്വമാനവികതയുടെ അടിസ്ഥാന മൗലിക അവകാശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രഖ്യാപിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നിട്ട് പറഞ്ഞു, ആ പ്രഭാഷണത്തിൽ, അസ്സമാനു ഖദ് ഇസ്തദാറക ഹൈഅത്തി യൗമി ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച കാലം മുതൽ കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അസ്സനതു 12 ശഹ്റൻ, ഒരു വർഷം എന്നത് 12 മാസമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ മുതവാലിയാത്ത്, 3 മാസങ്ങൾ തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്. ദുൽഖഅദയും ദുൽഹജ്ജും മുഹറമുമാണ്, പിന്നെ മറ്റൊന്ന് റജബുമാണ്. ഈ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. സഹോദരങ്ങളെ, നാം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്ന ഈ റജബ് മാസം, റജബ് മാസത്തെ പറ്റി പരിശുദ്ധ ഖുർആനും ഹദീസും എന്താണോ വിഭാവനം ചെയ്യുന്നത്, എന്താണോ നേർക്ക് നേരെ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായി റജബ് മാസത്തെ പറ്റി പലതരത്തിലുള്ള അതിരുകടന്ന വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നമുക്കിടയിലുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ഈ മാസങ്ങളെ പറ്റി, അതിന്റെ പ്രാധാന്യം എന്തെന്ന് ആരാണ് നേർക്ക് നേരെ അടിസ്ഥാനപരമായി പറഞ്ഞു തരേണ്ടത്? അല്ലാഹു തആല തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് ആ ഹജ്ജത്തുൽ വദാഇന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ചോദിക്കുകയാണ്, ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം, ഈ 4 മാസങ്ങൾ പവിത്രമാണെന്ന് പറഞ്ഞ ശേഷം ചോദിക്കുന്നു, അയ്യു ഷഹ്റിൻ ഹാദാ, ഇതേത് നാടാണ്? സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അവരെല്ലാവരും നിശബ്ദരായി. കാരണം ഇതേത് മാസമാണെന്ന് എല്ലാവർക്കും അറിയാം. ദുൽഹജ്ജിന്റെ 10ാമത്തെ ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചോദിക്കുന്നത്.
ഞങ്ങൾക്ക് മനസ്സിലാവാത്ത വേറെ ഏതോ കാര്യമാണ്, പേരാണ് ഈ മാസത്തെ പറ്റി നബി പരിചയപ്പെടുത്താൻ പോകുന്നത് എന്ന് വിചാരിച്ച് എല്ലാവരും നിശബ്ദരായിരുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ദുൽഹജ്ജ് മാസമാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യു യൗമിൻ ഹാദാ, ഇതേത് ദിനമാണ്? അപ്പോഴും എല്ലാവരും നിശബ്ദരായി. മറ്റേതോ ദിനത്തെ പുതുതായി പരിചയപ്പെടുത്താൻ പോവുകയാണെന്ന് അവർ ധരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് യൗമുൻ നഹർ, ബലിപ്പെരുന്നാളിന്റെ ദിനമാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യു ബലദിൻ ഹാദാ, ഇതേത് നാടാണ്? ഇത് പരിശുദ്ധമായ ഹറം ഷരീഫാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് തിരുനബി പറയുകയാണ്, ഈ പവിത്രമായ മാസം, ഈ പവിത്രമായ ദിനം, ഈ വിശുദ്ധമായ ഹറം ഷരീഫ്, ഈ നാടിനും ഈ മാസത്തിനും ഈ ദിനത്തിനും എന്തുമാത്രം പവിത്രതയുണ്ട്. അല്ലാഹു ആദരിച്ച ദിനമാണ്, നാടാണ്, മാസമാണ്. ഇതേപോലെ തന്നെ അല്ലാഹു തആല നിങ്ങളുടെ ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാദക്കും ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ ജീവനും സ്വത്തും സമ്പത്തും അഭിമാനവും അല്ലാഹു പവിത്രമാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതുപോലെ നിങ്ങൾ തമ്മിൽ, മുസ്ലിങ്ങൾ തമ്മിൽ, മനുഷ്യർ തമ്മിൽ അവന്റെ ജീവൻ എന്തുമാത്രം പവിത്രതയുണ്ടെന്നാൽ ഈ ഹറം ഷരീഫിനുള്ളതുപോലെ, ഈ ദുൽഹജ്ജ് മാസത്തിനുള്ളതുപോലെ, ഈ യൗമുൻ നഹറിനുള്ളതുപോലെ പവിത്രമാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ ജീവൻ, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ സമ്പത്ത്, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ അഭിമാനം. ഒരാൾ മറ്റൊരാളുടെ അഭിമാനത്തിന് നേരെ, മറ്റൊരാളുടെ ജീവന് നേരെ, മറ്റൊരാളുടെ സ്വത്തിന് നേരെ കയ്യേറ്റം നടത്തുന്നത് ഹറം ഷരീഫിന് നേരെയുള്ള കയ്യേറ്റം പോലെയാണ്. അല്ലാഹു ആദരിച്ച ദുൽഹജ്ജ് മാസത്തിനെ പിച്ചിച്ചീന്തുന്നതിന് തുല്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസതുൽഖൗന റബ്ബക്കും ഫയസ്അലുകും അൻ അഅമാലിക്കും, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. ഇതനുസരിച്ച് വേണം നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ. നിങ്ങൾ തീർച്ചയായും ഇതെല്ലാം കേട്ടിട്ടും നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചത് എന്നതിനെ പറ്റി നാളെ നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ ചോദ്യം ഉണ്ടാവും. അല, അറിയണേ നിങ്ങൾ, ഫലാ തർജിഉ ബഅദി ളല്ലാലൻ യദ്രിബു ബഅദകും റിഖാബ ബഅദ്, എനിക്ക് ശേഷം നിങ്ങൾ പരസ്പരം കഴുത്തറുക്കുന്ന പിഴച്ചവരായി മാറിപ്പോകരുതേ. നിങ്ങൾ സത്യവിശ്വാസികളായ സഹോദരന്മാർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമാനം പിച്ചിച്ചീന്തുന്ന, സ്വത്തുക്കൾ കയ്യേറുന്ന, ജീവൻ അപഹരിക്കുന്ന, പരസ്പരം ഉപദ്രവിക്കുന്ന പിഴച്ചവന്മാരായി മാറിപ്പോകരുതേ. അലാ ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗായിബ്, അറിയണേ നിങ്ങൾ, ഈ കാര്യങ്ങൾ എന്നിൽ നിന്ന് കേട്ടവർ, മനുഷ്യരുടെ ജീവനും സ്വത്തും അഭിമാനവും ഈ ഹറം പോലെ പവിത്രമാണ് എന്ന ഈ പ്രഖ്യാപനം, അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ആരുടേതും കയ്യേറരുത് എന്നുള്ള ഈ പ്രഖ്യാപനം, ഇത് നിങ്ങൾ കേട്ടല്ലോ. ഇവിടെ ഇല്ലാത്തവർ, ഇവിടെ ഉള്ളവർ, ഇത് കേട്ടവർ
ഇവിടെ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം ഈ സന്ദേശം. കാരണം ചിലപ്പോൾ ഇത് പറഞ്ഞു കേൾക്കുന്ന ആളുകൾ നേരിട്ട് കേട്ടവരെക്കാൾ കൂടുതൽ ഇക്കാര്യത്തിൽ ബദ്ധശ്രദ്ധരായിരിക്കും, സൂക്ഷ്മതയും ഗൗരവവും കാണിക്കുന്നവരായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ ഹൽ ബല്ലഗ്തു, അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഈ സന്ദേശം എത്തിച്ചു തന്നില്ലയോ? അലാ ഹൽ ബല്ലഗ്തു, അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് എന്റെ ഈ ഉത്തരവാദിത്തം എത്തിച്ചു തന്നില്ലയോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊന്നടങ്കം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് അങ്ങയുടെ ഈ ഉത്തരവാദിത്തം ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് വിരലുയർത്തി, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷി, നീ സാക്ഷി, നീ സാക്ഷി എന്ന് പറഞ്ഞ പ്രവാചക ചരിത്രത്തിലെ രോമാഞ്ചപുളകിതമായ ലോകമാനവരാശിയെ കോരിത്തെരിപ്പിക്കുന്ന വിശ്വമാനവികതയുടെ മഹാപാഠം ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുമ്പേ പറഞ്ഞു വെച്ചിട്ട് പോയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് റജബ് മാസത്തിന്റെ പവിത്രത, മുഹറം മാസത്തിന്റെ പവിത്രത, ദുൽഖഅദ് മാസത്തിന്റെ പവിത്രത, ദുൽഹജ്ജ് മാസത്തിന്റെ പവിത്രത, ആ ഹുർമത്ത്, അത് മനുഷ്യരുടെ ജീവനും സ്വത്തും അഭിമാനവും സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചു തന്നത്. എത്രത്തോളം എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കണം, പലരും ഇസ്ലാമിക പ്രബോധനത്തിന് തെളിവായി ധരിക്കുന്ന ഒരു ഹദീസാണിത്. എന്താണ്? ഇവിടെ ഉള്ളവർ ഇവിടെ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നത്. അത് അല്ലാഹുവിന്റെ ഏകത്വം മാത്രമല്ല, ഇവിടെ ഊന്നി പറഞ്ഞത് എന്താണ്? മനുഷ്യരെ, നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ അഭിമാനം അന്യോന്യം പവിത്രമായി കരുതണം. ആരും ആരുടേതും കയ്യേറ്റം ചെയ്യരുത്. പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങൾ അവരുടെ കഴുത്തറക്കുന്ന പിഴച്ചവരായി മാറിപ്പോകരുത്, തമ്മിലടിക്കുന്നവരായി മാറിപ്പോകരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ വസിയ്യത്താണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവർ, ഈ അല്ലാഹു പവിത്രമാക്കിയ 4 മാസങ്ങളെ ആദരിക്കാൻ പഠിപ്പിക്കപ്പെട്ട സമൂഹം, ലോകത്തെ മനുഷ്യരുടെ ജീവൻ അന്യായമായി ഹനിക്കപ്പെട്ടാൽ, അവരുടെ സ്വത്ത് കവർന്നെടുക്കപ്പെട്ടാൽ, അവർ നാട്ടിൽ നിന്ന് ജീവിതം ഹോമിച്ച് പുറത്താക്കപ്പെട്ടാൽ, അവർ അപമാനത്തിനും അവർ കുറ്റത്തിനും ഇരയാക്കപ്പെട്ടാൽ, അവരുടെ അഭിമാനം വ്രണപ്പെടുത്തപ്പെട്ടാൽ, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാവണം. നമ്മൾ മറ്റാരുടെയും ജീവനും സ്വത്തും അന്യായമായി അപഹരിക്കരുത്. അതേപോലെ തന്നെ മറ്റുള്ളവർ അങ്ങനെ ചെയ്താൽ നമ്മൾ അത് പവിത്രമാണെന്ന് കരുതി അവനെ രക്ഷപ്പെടുത്താൻ നിൽക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ആരെങ്കിലും ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തുന്നു, എങ്ങനെ? ബിഗൈരി നഫ്സിൻ, അയാളെ കൊല്ലുന്നത് ഒരാളെ കൊല്ലുന്നതിന് പകരമായി പ്രതിക്രിയ എന്ന നിലയ്ക്കല്ല. ഔ ഫസാദിൻ ഫിൽ അർദ്, അല്ലെങ്കിൽ ഭൂമിയിൽ കലാപമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കിയതിന്റെ പേരിലല്ല ആ കൊലപാതകിയായ പ്രശ്നക്കാരനായ ആളെ കൊല്ലുന്നത്. മറിച്ച് അന്യായമായി ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തിയ അവൻ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ്. ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. ഒരാൾ മറ്റൊരാളെ അന്യായമായി കൊന്നാൽ എന്ന് പറഞ്ഞാൽ
അവൻ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു, അവൻ മറ്റൊരാളെ കൊല്ലാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ മറ്റൊരാളെ കൊന്നു, അതിന് ഖിസാസ് എന്ന നിലയ്ക്ക്, പ്രതിക്രിയ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ പ്രതിരോധം എന്ന നിലയ്ക്ക് അവനെ കൊലപ്പെടുത്തുന്നത് ഒഴിച്ച് നിരപരാധിയായ ഒരാളെ കൊന്നാൽ തീർച്ചയായും അത് ലോകത്തെ മനുഷ്യരാശിയെ മുഴുവൻ കൊന്നൊടുക്കിയതുപോലെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു. ഒരു നിരപരാധിയായ മനുഷ്യനെ ജീവിപ്പിച്ചാൽ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചതിന് തുല്യമാണ്. നിരപരാധിയായ ഒരു മനുഷ്യനെ ജീവിപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒരു മനുഷ്യന് ജീവനൂതാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. മനുഷ്യന് പ്രസവത്തിലൂടെ അല്ലെങ്കിൽ മാതാവോ പിതാവോ ആയി ജന്മം നൽകിയാൽ എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. പിന്നെന്താണ്? നിരപരാധിയായ ഒരു മനുഷ്യന്റെ ജീവനോ സ്വത്തോ അഭിമാനോ കവർന്നെടുത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ അവിടെ കഴിയേണ്ടി വന്നാൽ അങ്ങനെയുള്ള ഇരകളായി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന് ജീവിക്കാൻ പറ്റുന്ന നിലയിലുള്ള പരിരക്ഷ നൽകിയാൽ, സുരക്ഷിതത്വം നൽകിയാൽ അവൻ ലോകത്തെ മനുഷ്യരെ മുഴുവനും ജീവിപ്പിച്ചതിന് തുല്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ത്? ജീവൻ, സ്വത്ത്. ഇതൊരു രാഷ്ട്രമാണെങ്കിൽ ആ രാഷ്ട്രത്തിൽ എല്ലാവർക്കും തുല്യമായ നിലയിൽ അവർക്ക് ജീവിക്കാൻ, സ്വത്ത് സമ്പാദിക്കാൻ, അഭിപ്രായം പ്രകടിപ്പിക്കാൻ, സഞ്ചരിക്കാൻ, ആരാധന നടത്താൻ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, അവരുടെ ആരാധനാലയങ്ങൾ സ്ഥാപിക്കാൻ, ഇതിനെല്ലാം സ്വാതന്ത്ര്യം ഇസ്ലാം തന്നെ അനുവദിച്ചിട്ടുണ്ട്. മറ്റ് വിഭാഗങ്ങളാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടന എല്ലാവർക്കും അനുവാദം നൽകുന്നുണ്ട്. ആ ഒരവസ്ഥയിൽ അന്യായമായി ആരുടെയെങ്കിലും ജീവനോ സ്വത്തോ അഭിമാനമോ കവർന്നെടുക്കപ്പെട്ടാൽ അവനെ ജീവിപ്പിക്കാൻ വേണ്ടി, അവന് സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നത് അത് ഈ ഭൂലോകത്തെ മുഴുവൻ മനുഷ്യർക്കും അവരെയും ജീവിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് പരിശുദ്ധ ഖുർആൻ. പ്രതിരോധം എന്ന നിലയ്ക്കല്ലാതെ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ, നിരപരാധിയായ ഒരു മനുഷ്യനെ വല്ലതും ചെയ്താൽ അവൻ ലോകത്തെ മനുഷ്യരെ മുഴുവനും ദ്രോഹിച്ചതിന് തുല്യമായി തീരുന്നു. സഹോദരങ്ങളെ, ഇതൊരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നാൽ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ തറവാട്ടിൽ നിന്ന് മറ്റുള്ളവരെ പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അവന്റെ സ്വത്ത് അവൻ കുറച്ച് ബുദ്ധിപരമായി, അല്ലെങ്കിൽ അവൻ കഴിവിന്റെ പേരിൽ, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ കുറച്ച് മോശക്കാരനാണോ, താഴേക്കിടയിലുള്ളവനാണോ? അവനെ ചൂഷണം ചെയ്യാനും പറ്റിക്കാനും എളുപ്പമുണ്ടോ? അങ്ങനെ അവന്റെ സ്വത്തിനെ തന്ത്രപൂർവം തട്ടിയെടുത്താൽ ഇത് അള്ളാഹുവിന്റെ ദീനിനോടുള്ള ഏറ്റവും വലിയ അക്രമമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരെ ഉപദ്രവിച്ചാൽ, അവരുടെ സ്വത്ത് അപഹരിച്ചാൽ, സഹോദരങ്ങളെ, അതുപോലെ മറ്റുള്ളവരുടെ അഭിമാനം പിച്ചിച്ചീന്തിയാൽ, ദേഷ്യം വരുമ്പോൾ, പിണങ്ങുമ്പോൾ മറ്റുള്ളവരെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞു വരുത്തുന്നത്? നമ്മൾ എന്തൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്? കുപ്രചാരണങ്ങൾ, എന്തൊക്കെ തെറ്റുകളാണ് അവരുടെ പേരിൽ ആരോപിക്കുന്നത്? അവർക്ക് ജീവിക്കണ്ടേ? സഹോദരങ്ങളെ, അങ്ങനെ ചെയ്താൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകും, കോപമുണ്ടാകും. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ, അള്ളാഹു പവിത്രമാക്കിയ ഈ മാസങ്ങളിൽ മറ്റുള്ളവന്റെ അവകാശങ്ങളിൽ അന്യായമായി കയ്യേറുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം. അവനെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതിരിക്കാൻ, വേദനിപ്പിക്കാതിരിക്കാൻ, അവന്റെ മനസ്സിനെ വ്രണപ്പെടുത്താതിരിക്കാൻ, അവന്റെ അഭിമാനം, അവന്റെ സാന്നിധ്യത്തിൽ അവന്റെ അഭിമാനം പിച്ചിച്ചീന്താതിരിക്കാൻ, മറ്റുള്ളവരോട് പരദൂഷണം പറയാതിരിക്കാൻ,
മറ്റുള്ളവരോട് ഏഷണി പറയാതിരിക്കാൻ, അവനെ വിഷമിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കണം. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കണം. അയൽപക്ക ബന്ധങ്ങൾ ഊഷ്മളമാക്കണം. നാട്ടിലുള്ള സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാക്കണം. നമ്മൾ നീതിമാന്മാരായി ജീവിക്കാൻ ശ്രമിക്കണം. നമ്മൾ വലിയ ഇബാദത്തുകൾ ചെയ്യുന്നവരായിരിക്കും. നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, പാവങ്ങളെ സഹായിക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു, ഒരുപാട് ജനസേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, കുടുംബത്തിന്റെ അത്താണിയാവാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം അമലുകൾ കുന്നുകൂടുന്നുണ്ടാവാം. പക്ഷേ നമ്മൾ ഈ അമലുകൾ മുഴുവൻ നമ്മുടെ ഈ സൽക്കർമ്മത്തിന്റെ സഞ്ചിയിൽ ഇങ്ങനെ ശേഖരിക്കപ്പെട്ടുകൊണ്ടിരിക്കാം. പക്ഷേ ആ സഞ്ചിക്ക് ഓട്ട വീണിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അന്ത്യനാളിൽ ചില ആളുകൾ വരും. ആരാണ് അവരെന്നറിയുമോ? അവരാണ് ഏറ്റവും വലിയ മുഫ്ലിസ്, പാപ്പരായവർ. എല്ലാ സൽക്കർമ്മങ്ങളുമായിട്ട് അവർ വരും. അവർ അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ നാലുപാട് നിന്ന് കുറെ ആളുകൾ ക്യൂവിലായിരിക്കും. അവരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇവനെ കുറിച്ച് പരാതി പറയും. എന്താണ് അവർ വന്നിട്ട് പറയും? പടച്ചവനെ, ഇവൻ എന്നെ ചീത്ത പറഞ്ഞു. പടച്ചവനെ, ഇവൻ ഇന്നയാളെ അവന്റെ ചോര ചിന്തി. വേറൊരാൾ വന്നിട്ട് പറയും, അവൻ ഇവനെ അടിച്ചു. മറ്റൊരാൾ വന്നിട്ട് പറയും, അകല മാലഹാദ, ഇവന്റെ സമ്പത്ത് അന്യായമായി ഇവൻ കയ്യേറി. ഇങ്ങനെ നാലുപാട് വന്നും ആളുകൾ വന്നിട്ട് ഇങ്ങനെ പരാതികളുടെ കൂമ്പാരങ്ങളുമായി എല്ലാവരും വരി നിൽക്കുമ്പോൾ പടച്ച തമ്പുരാൻ റബ്ബുൽ ആലമീൻ അവന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും. ഓരോരുത്തർക്കും ഇവൻ ചെയ്ത നമസ്കാരത്തിന്റെ കൂലി, ജമാഅത്ത് നമസ്കാരം, ജുമാ നമസ്കാരം, റമദാനിൽ നോമ്പനുഷ്ഠിച്ചത്, സക്കാത്ത് കൊടുത്തത്, സൽക്കർമ്മങ്ങൾ ചെയ്തത്, ഇതിന്റെയൊക്കെ കൂമ്പാരത്തിന്റെ പ്രതിഫലം, ഇവൻ അനുഭവിച്ച മാനസിക പീഡനങ്ങൾ, സ്വത്ത് നഷ്ടം, വേദനകൾ, ഇതിന് പകരമായി ഇവന്റെ പ്രതിഫലം എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കും, അവന് കൊടുക്കും. ഓരോരുത്തർക്കും ഇങ്ങനെ അവനവന്റെ ഓഹരികൾ കൊടുത്തു വിടും. അവരവർ അതെല്ലാം വാങ്ങിക്കൊണ്ടു പോകും. അവസാനം നോക്കുമ്പോൾ ക്യൂ നിൽക്കുന്ന ആളുകൾ ബാക്കി നിൽക്കെ ഇവന്റെ അമലുകൾ തീർന്നു പോകും. അവനൊന്നും ബാക്കിയുണ്ടാവില്ല. വെറും കൈയോടുകൂടി അവനെ വലിച്ച് നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, നമ്മൾ സൂക്ഷിക്കണം. പരിശുദ്ധമായ ഈ മാസങ്ങളിൽ അല്ലാഹുവുമായിട്ടുള്ള ഹഖ്ഖുകൾ പാലിച്ച് സൽക്കർമ്മങ്ങളിൽ മുന്നേറണം. അതോടൊപ്പം മനുഷ്യരുമായിട്ടുള്ള ഹഖ്ഖുകൾ നമുക്ക് പാലിക്കാൻ പറ്റണം. ഈ മാസങ്ങളിൽ നിങ്ങൾ സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കരുത് എന്ന് പടച്ചവൻ പറയുന്നു. എന്താണ് ഈ ദുൽമ്, അക്രമം? ഒന്ന് പടച്ചവനോടുള്ളതാണ്. പടച്ചവനെ നിസാരമാക്കി, കൊച്ചാക്കി, മതിമറന്ന് അവനെ തള്ളിക്കളയുകയാണ്. അവനിൽ പലരെയും പങ്കു ചേർക്കുകയാണ്. അവനല്ല, എനിക്ക് വേറെ പലരുമാണ് വേണ്ടത് എന്ന് വിചാരിക്കുകയാണ്. ഇത് ഏറ്റവും വലിയ അക്രമമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. രണ്ടാമത്തെ അക്രമം ഏതാണ്? മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യരുടെ അവകാശങ്ങൾ, അവർക്കുള്ള ഹക്കുകൾ അത് പാലിക്കാതിരിക്കലാണ്. അതുകൊണ്ട് ഈ രണ്ട് ദുൽമുകളിൽ നിന്നും, അക്രമങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ സ്വന്തം നഫ്സിനെ, നമ്മുടെ സ്വന്തം ശരീരത്തെ, സ്വന്തത്തെ സംരക്ഷിക്കാൻ കഴിയും. അല്ലാഹുവുമായിട്ടുള്ള ബന്ധവും അതോടൊപ്പം മനുഷ്യരുമായിട്ടുള്ള ബന്ധം, മാതാപിതാക്കൾ മുതൽ ഇങ്ങോട്ട് തുടങ്ങണം. ഭാര്യ, മക്കൾ, കുടുംബക്കാർ, അയൽക്കാർ, മറ്റ് ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, അങ്ങനെ തുടങ്ങി ബന്ധങ്ങളുടെ വിശാലമായ ഈ വലയം, എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ആരും
രക്ഷിക്കാനില്ലാത്ത ലോകത്ത് ഞാനിവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് പോവുകയാണ് എന്നാണ് നമ്മളുടെ വിചാരം. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഓട്ട സഞ്ചിയായി പോകരുത്, നമ്മുടെ പാത്രത്തിൽ തുള വീണ് പോകരുത്, ഒന്നും അവിടെ ഉണ്ടാവാതെ പോകരുത്. നന്മയുടെ ത്രാസിൽ വെക്കാൻ വെച്ച സാധനങ്ങളെല്ലാം ചോർന്നു പോകരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മുടെ ഈമാനും നമ്മുടെ അമലു സ്വാലിഹാത്തുകളും മാത്രമാണ്. അതുകൊണ്ട് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തു കൂട്ടാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. എപ്പോഴും മരിക്കാം, മരണം വിളിപാടകലയുണ്ട്. ജീവിതത്തെ കൂടുതൽ കൂടുതൽ നന്നാക്കി, നമ്മുടെ അമലുകൾ നന്നാക്കി അള്ളാഹുവിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുമായിട്ടുള്ള ബന്ധങ്ങൾ അള്ളാഹു സുദൃഢമാക്കി തരുമാറാകട്ടെ. നമ്മൾ ആരുമായിട്ടെല്ലാം ഏതെല്ലാം തരത്തിലുള്ള ബന്ധങ്ങൾ വെച്ചിട്ടുണ്ടോ ആ ബന്ധങ്ങളിലുള്ള എല്ലാ വീഴ്ചകളും അള്ളാഹു മാപ്പാക്കി സുദൃഢമായ ബന്ധങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ പലരും നമ്മുടെ കുടുംബക്കാരായി, നമ്മുടെ സുഹൃത്തുക്കളായി, സഹപ്രവർത്തകരായി, ഗുരുനാഥന്മാരായി, നമുക്ക് വേണ്ടപ്പെട്ടവരായി പലരും പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുകയാണ്. പലതരത്തിലുള്ള മാരകമായ രോഗങ്ങൾ. പെട്ടെന്ന് കിഡ്നി തകർന്നു പോവുക, ക്യാൻസർ വന്നു പെടുക, ബ്ലഡ് വൊമിറ്റ് ചെയ്യുക, അതേപോലെ പക്ഷാഘാതം ഉണ്ടാവുക, തലച്ചോറിൽ ബ്ലഡ് കോട്ടാവുക, ഒരു ഭാഗം തളർന്നു പോവുക, ഇങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ. ആ കുടുംബങ്ങളാവട്ടെ വളരെ ദരിദ്രരുമായിരിക്കും. അവർക്കൊക്കെ പെട്ടെന്ന് വേണ്ടി വരുന്ന ചെലവ് വളരെ വലുതായിരിക്കും. എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ആ പാവങ്ങൾ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയാണ് ചികിത്സ നടത്തുന്നത്. ഇങ്ങനെ ഒരുപാട് കേസുകൾ അടുത്ത സമയത്ത് ഇന്നും ഇന്നലെയും അടുത്ത ദിവസങ്ങളുമായി കേൾക്കാൻ കഴിയും. നമ്മുടെ ഈ മഹല്ലിലും അത്തരക്കാരുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് പണം കൊടുത്ത് സഹായിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് അറിവുള്ളവർ നിങ്ങളുടെ കുടുംബത്തോ പരിസരത്തോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെയൊക്കെ നിങ്ങൾ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കണം, നമ്മളെ സ്വന്തം ആളുകളെ പോലെ തന്നെ. ബാക്കി നമുക്ക് അവർക്ക് വേണ്ടി എല്ലാം ദുആ ചെയ്യാൻ പറ്റണം. നമുക്ക് ഒരാപത്ത് വരുമ്പോഴാണ് അതിന്റെ വേദന അറിയുക. ഒരാപത്ത് വരുമ്പോഴാണ് അതിന്റെ വേദന അറിയുക. ചിലപ്പോ പെട്ടെന്ന് ഈ കൊറോണ കയറിയൊക്കെ കടുത്ത് ന്യൂമോണിയായി വെന്റിലേറ്ററിലേക്ക് മാറുന്നു, ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകും. എത്ര പെട്ടെന്നാണ്! ആർക്കും എപ്പോഴും എന്തും സംഭവിക്കാം. അതുകൊണ്ട് റബ്ബുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കി, അള്ളാഹുമായിട്ടുള്ള ബന്ധങ്ങൾ വീഴ്ച വരുത്താതിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യും. തഹജ്ജുദ് നമസ്കാരങ്ങൾ ശീലമാക്കും. സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കും. ജമാഅത്ത് നമസ്കാരങ്ങൾ മുടക്കാതിരിക്കും. അള്ളാഹുവിനോട് കൈ ഉയർത്തി കണ്ണീരൊഴിക്കും. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യും. മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്താൽ മലക്കുകൾ പറയും, അല്ലാഹുവേ വലക ബിമിസ്ൽ, നിനക്കും അല്ലാഹ് ഇതുപോലെ തരട്ടെ എന്ന്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അകമഴിഞ്ഞ് ദുആ ചെയ്താൽ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മലക്കുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ എന്താണ് വഴി? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സുരുകി ദുആ ചെയ്യണം. എപ്പോഴും അത് നമ്മുടെ ഭാഗമായിട്ടുണ്ടാവണം. ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ലോകത്തിന് വേണ്ടി ദുആ ചെയ്യണം. ജയിലിൽ കിടക്കുന്ന സഹോദരങ്ങൾ, ജാമ്യം കിട്ടാൻ വേണ്ടി കാത്തു കിടക്കുന്നു. നിരപരാധികളായ ആളുകൾ എത്ര ശ്രമിച്ചിട്ടും ജാമ്യം കിട്ടുന്നില്ല. പാവങ്ങളാണ്, അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല സഹോദരന്മാരെ, വെറും നിരപരാധികളാണ്. കള്ളക്കേസുണ്ടാക്കി കാലങ്ങളോളം ഏകാന്ത തടവറയിൽ അടച്ചിട്ടിരിക്കുന്ന നൂറുകണക്കിന് മുസ്ലിം ചെറുപ്പക്കാരുണ്ട്. അവർക്കും ഭാര്യയും മക്കളുമുണ്ട്. അവരുടെ ഭാര്യയും മക്കളെയും കണ്ടിട്ട് എത്രയോ വർഷങ്ങളായി അവരുടെ മക്കൾ അവർ ജീവിച്ചിരിക്കെ അനാഥരെ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർ, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി മാറ്റി കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും ഹിദായത്തും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് തരുമാറാകട്ടെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു അറിയിപ്പ്, നമ്മുടെ ഇന്നത്തെ